ബാക്ക് ടു സ്കൂൾ ഗിവ് അവേൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ഗിഫ്റ്റുകളാണ് കൊടുക്കുന്നത് എന്നുള്ളതും കൂടെ ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്തവണ നമ്മൾ 10 ആളുകളെയാണ് വിന്നറായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ തവണയും നമ്മൾ ഇതുപോലെ തന്നെ ബാക്ക് ടു സ്കൂൾ ഗിവ് അവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലും ഒരുപാട് നല്ല ഗിഫ്റ്റുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും അതുപോലെ തന്നെ ഞാൻ നടത്തുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 10 വിന്നേഴ്സിനെ എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതിൻ്റെ റൂൾസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ഒരു ഗിവ് അവേ എന്ന് പറയുന്നത് എൻ്റർലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സെക്കൻഡ്, നമ്മൾ ഈ ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്തത് മുതൽക്കുള്ള എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് ലൈക്ക് ഉണ്ടായിരിക്കണം, കമൻറ്റും ഉണ്ടായിരിക്കണം. അങ്ങനെ വരുന്ന കമൻസിൽ നിന്നും ഞാൻ തന്നെ പേഴ്സണലി സെലക്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വിന്നേഴ്സ്. പേഴ്സണലി സെലക്ട് ചെയ്യുന്നവരെയാണ് വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസിനനുസരിച്ചിരിക്കും നിങ്ങൾക്കുള്ള വിന്നിങ് പ്രയോറിറ്റി കേട്ടോ. എസ്പെഷ്യലി വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കേട്ടോ. ഷോർട്സിന് താഴെ വരുന്ന കമൻസ് ഞാൻ ഇഗ്നോർ ചെയ്യുന്നില്ല, അതും വായിക്കും. അതിൽ നിന്നും കുറച്ച് പേരെ സെലക്ട് ചെയ്യും. പക്ഷേ കൂടുതൽ പേരെ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസിൻ്റെ താഴെ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ക്രോഷ്യ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ പോയി കാണുക. അതിൻ്റെയൊക്കെ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ അങ്ങനെ വരുന്ന കമൻസിനായിരിക്കും കൂടുതൽ പേരെയും ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അവരുടെ ഫോണിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ, അതായത് നമ്മുടെ ഈ ഒരു ഗിവ് അവേയിൽ നമ്മൾ പാർട്ടിസിപ്പേഷൻ കൂടുന്നതിനനുസരിച്ച് ഇതിലേക്കുള്ള ഗിഫ്റ്റുകൾ നമ്മൾ കൂട്ടും കേട്ടോ. അതായത് ഇപ്പം നമ്മൾ 10 പേർക്കാണ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോൻ്റെ റെസ്പോൺസിനനുസരിച്ച്, അതായത് കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പേരെ ഞാൻ ഇതിൽ ഗിവ് അവേയിൽ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യും. കൂടുതൽ ഗിഫ്റ്റുകളും ഇതിലേക്ക് ആഡ് ആക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ നമ്മൾ എപ്പോൾ അനൗൺസ് ചെയ്യുന്നുള്ളത് ഞാൻ പറയാം. അതായത് ഇന്ന് മെയ് 20, ഇന്ന് മുതൽക്ക് മെയ് 27 വരെയാണ് നിങ്ങൾക്കുള്ള സമയം. മെയ് 27-ന് ഞാൻ കറക്റ്റായിട്ട് വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും, അനൗൺസ് ചെയ്യുന്നതായിരിക്കും. മെയ് 27 ഈവനിങ് വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഈവനിങ്ങിന് ഞാൻ അനൗൺസ് ചെയ്യും. അതുവരെയുള്ള എല്ലാ കമൻസും എല്ലാ റെസ്പോൺസും ഞാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുവരെ കറക്റ്റായിട്ടും ഈ പറയുന്ന എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മെയ് 27-ന് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും, അനൗൺസും ചെയ്യുന്നതായിരിക്കും. 10 പേരെ ഞാൻ അനൗൺസ് ചെയ്യും. കാരണം നിങ്ങൾക്ക് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ ഈ ഗിഫ്റ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിലെത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 3 ദിവസം നമ്മളത് വെയിറ്റ് ചെയ്യും. 3 ദിവസത്തിനകം വിന്നർ നമ്മളോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, അതായത് നമ്മുടെ ഇമെയിൽ ഐ ഡി ഉണ്ട്, ദീജൂസ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡി ഉണ്ട്. അതും എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലുണ്ട്, ദീജൂസ് ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ നമ്മുടെ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അതിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റാൻഡംലി അടുത്ത വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യും. നമ്മളൊട്ടും വെയിറ്റ് ചെയ്യില്ല. കാരണം എനിക്ക് 3 ദിവസത്തിനകം അഡ്രസ്സ് കിട്ടണം. കാരണം സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ എനിക്കത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നേ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊന്നും സെൻഡ് ചെയ്ത് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അവർക്ക് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 3 ദിവസത്തിനകം വേഗം റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നല്ലതായിട്ട് കാണുക, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന വീഡിയോയും കറക്റ്റായിട്ട് കാണുക. അപ്പോൾ നമ്മളുടെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ അനൗൺസ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ചാനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ദീജൂസ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ അവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ദീജൂസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിൽ വന്നിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കും കേട്ടോ. അപ്പോൾ കാണുന്നതൊക്കെ മെസ്സേജിന് ഞാൻ ഉടൻ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും കേട്ടോ, എന്നെ പേഴ്സണലി മെസ്സേജ് അയക്കണമെങ്കിൽ. അപ്പോൾ ഇത്തവണത്തെ ഇവരുള്ള ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. 3 സ്കൂൾ ബാഗ്സ് ഉണ്ട്, 2 പെയർ ഓഫ് വാട്ടർ ബോട്ടിൽ ആൻഡ് ലഞ്ച് ബോക്സ് സെറ്റ് ഉണ്ട്, പിന്നെ 4 പൗച്ചസ് ഉണ്ട്, പിന്നെ ഒരു ഡെസ്ക് ഓർഗനൈസർ ഉണ്ട്. ഇങ്ങനെ ടോട്ടൽ 10 ഗിഫ്റ്റുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അത് ഇന്ന ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നുമില്ല, നമ്മൾ റാൻഡായിട്ട് സെലക്ട് ചെയ്തിട്ട് റാൻഡായിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇത്തവണ കമൻറ്റ് പിക്കർ യൂസ് ചെയ്യുന്നില്ല, ഞാൻ തന്നെ പേഴ്സണലി സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഞാൻ എല്ലാവരുടെയും വായിക്കും. വായിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളുടെ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇത്തവണ ഗിവ് അവേയിൽ നിങ്ങൾ വിന്നർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണം. നമ്മുടെ അടുത്ത ഗിവ് അവേ നമ്മൾ വീണ്ടും വരും കേട്ടോ. അതിലും നമ്മൾ ഇതുപോലെ തന്നെ സ്കൂൾ ബാഗ്സ് ഒക്കെ ആഡ് ആക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ വിന്നർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട. കാരണം അടുത്ത ഗിവ് അവേ ഓൺ ദ വേ ആണ്. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ ഗിവ് അവേയിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ബാഗ്സ് എന്ന് പറയുന്നത്. 3 നല്ല അടിപൊളി കളറുള്ള ബാഗുകളുണ്ട്. കാരണം നമ്മുടെ ചാനൽ കാണുന്ന മോസ്റ്റ്ലി എല്ലാവർക്കും ഈ ക്യൂട്ട് കളേഴ്സ് ആയിട്ടുള്ള പിങ്ക്, പർപ്പിളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കളറിൽ സെലക്ട് ചെയ്തത്. ഞാൻ നല്ല ക്വാളിറ്റി ഉള്ള ബാഗ്സാണ് ഞാൻ സെലക്ട് ചെയ്തത്. ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ക്വാളിറ്റി ഉള്ളതാണ്. കാരണം നമുക്ക് ഇതൊരു വർഷത്തേക്ക് യൂസ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. യെസ്, സോ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഈ ഗിവ് അവേ നിങ്ങൾ നല്ല അടിപൊളിയാക്കി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഗിഫ്റ്റുകൾ ഞാൻ ഇതിലേക്ക് ആഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ പിന്നീട് ഞാൻ പറയാം. അതിൻ്റെ റെസ്പോൺസ് ഞാൻ ആദ്യം നോക്കട്ടെ, എന്നിട്ട് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ കാണാൻ പറയുക, ലൈക്ക് ചെയ്യാൻ പറയുക.
സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഗിവ് അവേയിലേക്ക് വീണ്ടും ഗിഫ്റ്റുകളൊക്കെ ഞാൻ ആഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഫൈനലായിട്ടുള്ള നമ്മുടെ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെസ്ക് ഓർഗനൈസറാണ് കേട്ടോ. നിങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഡെസ്കിലൊക്കെ വെക്കാൻ വേണ്ടി അടിപൊളി ഓർഗനൈസറാണ്. അപ്പോൾ അതാണ് നമ്മുടെ 10ാമത്തെ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഗിവ് അവേയിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി പറയേണ്ട റൂൾസ് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ. നമ്മുടെ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഗിവ് അവേ അനൗൺസ്മെൻറ്റ് വീഡിയോ മുതൽക്കുള്ള എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഇടുകയും വേണം. അതാണ് ഒറ്റ റൂൾ കേട്ടോ. മെയിൻ റൂൾ അതാണ്. സബ്സ്ക്രൈബ് അതും വേണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഗെയിൻ ഞാൻ പറയുന്നു, മറക്കണ്ട. പിന്നെ കമൻറ്റ് ചെയ്യാൻ. ബൈ ബൈ.